സൂചിപ്പിച്ച പോലെ ഈ അടുത്തുള്ള ഒരു സംഭവമാണ്. ഒരു വിദേശ പത്രം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അങ്ങേറ്റം വികലമായ ഒരു കാർട്ടൂൺ എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. അത് കാണിക്കുന്നത് ഒരു പാമ്പാട്ടിയായിട്ടിരുന്ന് മകുടി പോകുന്നു. ആ സമയം പെട്രോൾ പമ്പിൽ ഫില്ല് ചെയ്യുന്ന നോസിൽ പാമ്പായിട്ട് പൊന്തി വരുന്നു. അതായത് ഈ പെട്രോളിൻ്റെ രൂപത്തിൽ ആൾക്കാരെ പറ്റിക്കുന്നു. അതൊക്കെ പക്ഷേ ആ പാമ്പാട്ടി എന്നൊരു കൺസെപ്റ്റ് തിരഞ്ഞെടുത്തത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് തോന്നുന്നില്ല. അത് അങ്ങനെയാണത്. നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, യൂറോപ്പിലുണ്ട് അങ്ങനെ ഇരുന്നത്. കാരണം ഇത്ര ഒരു ചിന്താഗതി കൊണ്ടുവരുന്ന ഈ ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ പാശ്ചാത്യരായിട്ടുള്ള ചരിത്രകാരന്മാരുണ്ടിരുന്നു. അപ്പോൾ അവരെല്ലാം കിഴക്കൻ ദേശങ്ങളെക്കുറിച്ച് ഉള്ള പഠനങ്ങളിലാണ് ഈ പറയുന്ന ഇന്ത്യയെ ആ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഈ പാമ്പാട്ടികളുടെയും കൈനോട്ടക്കാരുടെയും നാടായിട്ടാണ് അവർ പറയുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അതിബൃഹത്തായ വളരെ സമ്പന്നമായ ഒരു രാജ്യമാണെന്നുള്ള തിരിച്ചറിവും അവർക്കുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ റോമിനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ചൈത്രയാത്രയുണ്ട്. ആ റോമിൻ്റെയൊക്കെ മുമ്പിൽ ആ രൂപീകരണത്തിന് മുമ്പ് ഉണ്ടാകുന്നതാണ് ഈ ഈജിപ്റ്റ് എന്ന് പറയുന്നത്. ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു. അപ്പോൾ ആ ഈജിപ്തിൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഒത്തിരി ആളുകളുണ്ട്. അവിടെ ഇന്ത്യൻ പാരറ്റുകൾ അവിടെ കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ മയിലിനെ കൊണ്ടുപോകുന്നുണ്ട്, ഈ ആനയെയും പാപ്പാനെയും കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ ഭാവി പ്രവചിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പാമ്പാട്ടികളുമുണ്ട്. അപ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറയുന്ന ആഫ്രിക്ക, യൂറോപ്പ് അല്ലെങ്കിൽ ഏഷ്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള കൂടുതൽ സഞ്ചാരികൾ വന്നെടുക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ, അതായത് ആ ഒരു ചരിത്രാതീത കാലം മുതൽ അങ്ങനെയാണ് പറയുന്നത്. ആ ചരിത്രം അതിൻ്റെ വ്യാപിക്കുന്നൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാരംഭ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ക്ലിയോപാട്രയുടെ കാലഘട്ടത്തിൽ പോലും BC-യുടെ ഒരു അവസാന കാലഘട്ടങ്ങളിൽ പോലും പറയുന്നത് ഈ ഇന്ത്യയിൽ നിന്നുള്ള പാമ്പാട്ടികളും അതുപോലെ തന്നെ കൈനോട്ടക്കാരും എല്ലാം ഈജിപ്തിലുണ്ടായിരുന്നവർ. അപ്പോൾ ഇത് വളരെ കൗതുകപൂർവ്വമാണ് ഈ മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾ കാണുന്നത്. അവരെ സംബന്ധിച്ച് പാമ്പാട്ടികളോ അല്ലെങ്കിൽ കൈനോട്ടക്കാരോ അല്ലെങ്കിൽ ഈ ആനയെ പരിപാലിക്കുന്ന ആളുകളെല്ലാം തന്നെ അവരുടെ മുന്നിൽ വലിയൊരു കാഴ്ച വസ്തുക്കളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിന്താഗതിയിലൂടെയാണ് യൂറോപ്യന്മാർ ഇന്ത്യയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അതിസമ്പന്നമായ ഒരു രാജ്യമാണെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം മാർക്കോ പോളോയെ പോലെയുള്ള ട്രാവലേഴ്സ് ഉണ്ട്, ഇബിൻ ബത്തൂത്തയെ പോലെയുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം ട്രാവലോഗിഡ്സിൽ ഇന്ത്യ എന്ന് പറയുന്ന അതിസമ്പന്നമായ രാജ്യമാണെന്ന് അവർ പറയുന്നുണ്ട്. ആ പറഞ്ഞതെല്ലാം അവർ വിശ്വസിക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് വരാൻ വേണ്ടിയുള്ള ജൈത്രയാത്രകൾ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തുന്നത്. അപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ അവർ എത്തുമ്പോഴും ഇന്ത്യയിലെ സമ്പത്ത് അവർ കൊള്ളയടിച്ച് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സമ്പന്നമാകുന്നത്. അപ്പോഴും അവരുടെ കാഴ്ചപ്പാടുകൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഈ പാമ്പാട്ടികളുടെ നാടെന്ന് പറഞ്ഞ കാഴ്ചപ്പാട് മാറിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം 1966 ഈ റോമില താപ്പർ ഇന്ത്യൻ ചരിത്രം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന പാമ്പാട്ടികൾ നാടാണെന്നുള്ളൊരു എന്താ പറയുക രേഖപ്പെടുത്തലുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം അതുപോലെ തന്നെ അത് ആ 1966 മുമ്പ് തന്നെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ ആ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ജാക്ലിൻ കെന്നഡി എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രഥമ വനിത ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിഥിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്നത് പാമ്പാട്ടിയോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു എന്താ പറയുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ പാമ്പാട്ടികളുടെ നാടെന്ന് പറയുന്ന ഒരു രേഖപ്പെടുത്തുകൾ പാശ്ചാത്യ ലോകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഭാഗത്തിനിടയിലുണ്ട്. അതായത് ഉന്നത കുലജാതന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ സാംസ്കാരികമായിട്ട് വളരെ ഉന്നതിയിൽ നീക്കുന്നൊരു വിഭാഗമാണെന്ന് ശഠിക്കുന്ന ആ വിഭാഗങ്ങൾ ധരിക്കുന്നത് ഇന്നും ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു ജീവിത രീതിയിലൂടെ പോകുന്നൊരു വിഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ശാസ്ത്രീയമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലെല്ലാം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് നമ്മൾ നിലനിൽക്കുമ്പോഴും ചില കാഴ്ചപ്പാടുകൾ നമ്മൾ പുലർത്തുന്ന ചില വിശ്വാസങ്ങൾ ചില പ്രവൃത്തികൾ യൂറോപ്യന്മാരുടെയോ അല്ലെങ്കിൽ പുറം നാട്ടുകാരുടേതായിട്ടുള്ള ഇത്തരം ചിന്താഗതികൾ സ്ഥാപിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമില്ല. നമുക്കറിയാം ഈ പാമ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയൊരു ഫോസിൽ കണ്ടെടുത്തൊരു കാലഘട്ടം വളരെ വിദൂരമല്ല. അപ്പോൾ ആ പാമ്പിൻ്റെ ആ ഫോസിൽ പോലും വാസുകിയുടെ ഫോസിലായിട്ട് പോലും ചിത്രീകരിച്ചൊരു നാടാണ് നമ്മുടേത്. അതായത് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇന്നും പുലർത്തുന്നുണ്ട്. നമുക്കറിയാം ബാബറി മസ്ജിദിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ജൈത്രയാത്രയിൽ ആ ക്ഷേത്രം പണിതു. അതിനോടെല്ലാം ബന്ധപ്പെട്ട് 2022 ഒരു കാലഘട്ടത്തിൽ ആ 22 പോലും ആ ബാബറി മസ്ജിദിലെ മണ്ണ്, അതായത് അവിടുത്തെ മണ്ണ് പാക്കറ്റിലാക്കി അവിടുത്തെ വോട്ടേഴ്സിന് പോലും കൊടുത്ത ഒരു സംസ്കാരത്തിന് ഉടമകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വെച്ചു പുലർത്തുന്നത്, അതായത് ശാസ്ത്രീയമായി സാമ്പത്തികമായി അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് നമ്മൾ ഏതെല്ലാം മേഖലയിൽ കൈവച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നും നിലനിർത്താൻ ശ്രമിക്കുന്ന നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ഐഡൻറ്റിറ്റിയെ കൂടി പ്രതിഫലിപ്പിക്കുന്ന ഒരു കാർട്ടൂണായിട്ട് നമ്മൾ അതിനെ കണക്കാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വക്താവ് എന്ന രീതിയിൽ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന
ശ്രമിക്കുന്ന, അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ചില ആളുകൾ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപം എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏതൊരു സമൂഹം അപജ്ഞയോട് വീക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. അത്തരം വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അത്തരം ആചാരപരമായ അടയാളങ്ങളെ നമ്മൾ തൂത്തെറിയേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഈ കാർട്ടൂണിന് വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയ നേട്ടങ്ങൾ നമ്മൾ മുൻപന്തിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോഴും ആ ശാസ്ത്രീയ നേട്ടങ്ങളിൽ വിശ്വാസം നമ്മൾ നിലനിർത്തുമ്പോഴും അവസാന വാക്കായിട്ട് നമ്മൾ ദൈവങ്ങളെ കൂട്ടുപിടിക്കാറുണ്ട്. കാരണം ശാസ്ത്രീയ നേട്ടങ്ങൾ, ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ, പുറമേ നിന്നുള്ളതോ നമ്മൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളുടെ വിതരണത്തിലോ ഉപയോഗത്തിലോ നമ്മൾ കൃത്യമായിട്ടുള്ള ബോധവും അതിൻ്റെ കൃത്യമായിട്ടുള്ള ജ്ഞാനമുണ്ട്. എങ്കിൽ തന്നെയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പൂജകളിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നും നമ്മുടെ ശാസ്ത്രീയ പരീക്ഷണങ്ങളെയും അത് ഉപയോഗിക്കപ്പെടുന്നത്. അവിടെയാണ് ഒരു അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ പാമ്പാട്ടികളുടെ നാടുകളിൽ നിന്നും വ്യത്യസ്തമല്ലെന്നൊരു കാഴ്ചപ്പാടുമായിട്ട് ഇന്നും ഈ നോർവീജിയൻ പത്രം ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ, അതായത് സാമൂഹ്യപരമായിട്ട് അവർ ഇന്നും മാറിയിട്ടില്ല, അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തിന് ഒരു ഒരു അപശകുനമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള ഒരു ചൂണ്ടിക്കാണിക്കലാണ് ഈ പറയുന്ന വിഭാഗങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച്, അവിടുത്തെ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് അതൊരു നമ്മളെ മോശപ്പെടുത്തുന്ന ഒരു കാർട്ടൂൺ തന്നെയാണ്. പക്ഷേ ആ കാർട്ടൂണിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാർട്ടൂണിനോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ആ ഒരു ചിന്താഗതി ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടൊരു കാര്യമല്ല. അത് നൂറ്റാണ്ടുകളായി പൗരാണിക ചരിത്രത്തിലുടനീളം ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനോട് ബന്ധപ്പെട്ടാണ് ഓറിയന്റലിസ്റ്റുകൾ ഇന്ത്യയെ ഈ രീതിയിൽ തന്നെ വിശേഷിപ്പിച്ചു പോയിട്ടുള്ളത്. ആ ഓറിയന്റലിസ്റ്റുകളോട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ള പാശ്ചാത്യ ലോകമോ അല്ലെങ്കിൽ വൈദേശികരായ ആളുകൾ ഇന്നും ഇന്ത്യ എന്ന് പറയുന്നത് പാമ്പാട്ടികളുടെയും വാതുവെപ്പുകാരുടെയും നാടായിട്ടാണ്. അതിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. ആ ചിന്താഗതിയെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മൾ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുമായിട്ടല്ല നമ്മൾ നിലനിൽക്കുന്നുള്ളൊരു ബോധം പ്രചരിപ്പിക്കേണ്ടതുണ്ട്, അത് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.